ഉത്സവ സീസൺ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവരും വലിയൊരു കാത്തിരിപ്പിലാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള കാത്തിരിപ്പാണ്. ഈ വർഷത്തെ ഉത്സവം ഇതാ എത്തിയതും കഴിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല കേട്ടോ, എല്ലാം പെട്ടെന്ന് അങ്ങ് പോയിട്ടോ. എന്തായാലും ഈ വർഷത്തെ ഉത്സവം അതിഗംഭീരമായിട്ട് തന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ കൊണ്ടാടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ നടത്തുന്ന ഒരു ഉത്സവമാണ് കേട്ടോ നമ്മുടേത്. അങ്ങനെ ഇതാ തറവാട്ടിൽ നിന്നും ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസം ബാലികമാരുടെ പാലെഴുന്നള്ളത്തും പിന്നെ ഒരു തേരെഴുന്നള്ളത്തും ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വരവ് തറവാട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അമ്പലത്തിലേക്ക് ചുറ്റിയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഇതാ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ ഐസ്ക്രീം വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഞാൻ മാംഗോ ബാറാണ് വാങ്ങിച്ചത്. ഈ എഴുന്നള്ളത്തിന്റെ കൂടെ പന്തം വീശലും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ പന്തം വീശലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും കാണാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇതാ വരവ് നേരെ അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എഴുന്നള്ളത്തും പിന്നെ ബാലികമാർ കൊണ്ടുവന്ന ആ പാല് കൊണ്ട് ദേവിക്കുള്ള അഭിഷേകം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കൊടി ഇറങ്ങും ഗൈസ്. ഇനി എല്ലാവരും അടുത്ത കൊല്ലത്തെ ഉത്സവത്തിനായിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ കൊടിയിറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഉത്സവങ്ങളും തുടങ്ങുമ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഈ ഉത്സവം ഗംഭീരമാവണേന്നായിരിക്കും. അതുപോലെ തന്നെ ഉത്സവം കഴിയുമ്പം അടുത്ത വർഷത്തെ ഉത്സവത്തിനും ഇതേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും. അങ്ങനെ ഇതാ ഉത്സവത്തിന്റെ കൊടിയിറക്കം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് ആകാശ വിസ്മയത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിൽ നിന്നും തീയുമായി നേരെ കടപ്പുറത്തേക്ക് ഒരു പോക്കുണ്ട് ഗൈസ്, നമ്മുടെ ആകാശ വിസ്മയത്തിന് തീ കൊളുത്താൻ വേണ്ടിയിട്ടോ. ആ പോക്കൊരു ഗംഭീര പോക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ കാണുന്നത് അതിഗംഭീര പ്രകടനം തന്നെയാണ് കേട്ടോ. ആകാശത്തിൽ ഇങ്ങനെ പൂത്തിരിങ്ങനെ വാരി വിതറും പോലെയാണ് കേട്ടോ. അങ്ങനെ ഉത്സവം ഇവിടെ അവസാനിച്ച് പിന്നെ എല്ലാം അവസാനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും ബൈ പറഞ്ഞ് ഐസും കഴിച്ച് വീട്ടിൽ പോയി ഗൈസ്. ബൈ ഗൈസ്.